മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഈ കന്നയ്യകുമാരും മറ്റ് പലരും പാകിസ്ഥാൻ അനുകൂലമായിട്ടും തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടും ഇൻടോളറൻസിനെതിരായിട്ടും ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് അനുകൂലമായിട്ടുമൊക്കെ കുറേ സമരം ചെയ്തു. അത് പത്രമാധ്യമങ്ങൾ വളരെ ഉയരത്തിൽ അങ്ങെടുത്ത് വലിയ സബ്ജക്റ്റും ഇഷ്യൂ ആക്കി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 17 വിദ്യാർത്ഥികൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തിരിക്കുകയാണ്. അവര് നിരാഹാരം നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു. ഓർമ്മിക്കുക, ഒരു പത്രവും കൂടെ ഇല്ല. അവാർഡ് തിരിച്ചു കൊടുത്ത ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ആരും കൂട്ടത്തിലില്ല. രാഷ്ട്രീയക്കാരിൽ ആരും കൂട്ടത്തിലില്ല. രാഹുൽ ഗാന്ധി ഇല്ല, കെജ്രിവാൾ ഇല്ല, ആരുമില്ല. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വെമൂല എന്ന് പറയുന്ന വ്യക്തി ദളിതനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദളിതർക്കെതിരെ ആക്രോശം എന്ന് പറഞ്ഞ് കുറെ അധികം പേര് ഒച്ചയെടുത്തു. കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ആ പെരുമ്പാവൂരിൽ നടന്ന പല കൊലപാതകങ്ങളും പലതും ദളിതരായിട്ടും അതൊന്നും പ്രശ്നമില്ല. മറ്റ് സ്ഥലത്ത് നടന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്കാരും പത്രമാധ്യമങ്ങളും പെയ്ഡ് പത്രങ്ങളും ഉൾപ്പെടെ, പെയ്ഡ് വാർത്ത കൊടുക്കുന്ന പത്രങ്ങളും ഉൾപ്പെടെ, പെയ്ഡ് വാർത്ത കൊടുക്കുന്ന TV ചാനലുകൾ ഉൾപ്പെടെ ശരിക്കും പത്രസ്വാതന്ത്ര്യത്തിനും TV സ്വാതന്ത്ര്യത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തനി നീചവും നിന്ദ്യവുമായ രീതിയിൽ ഈ കോളേജ് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച് കുറെ പേര് അതിനെതിരെ അവാർഡ് തിരിച്ചു കൊടുത്തു. പത്രമാധ്യമങ്ങളിൽ സമ്മേളനം നടത്തി. എല്ലാം കഴിഞ്ഞു. ഇപ്പൊ എവിടെയുണ്ട്? 17 പേർക്ക് എതിരെ കേസ് വന്നു. കോടതി ഒരാൾക്ക് കന്നയ്യകുമാറിന് കണ്ടീഷണൽ ജാമ്യം കൊടുത്തിരിക്കുന്നതിന്റെ കാലാവധി തീരാറായി. ഇപ്പൊ ആരും കൂട്ടത്തിലില്ല. ഒരു കാര്യം എന്നും ഓർമ്മിക്കുക, ഈ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അതേമാതിരി 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ബുദ്ധിജീവികള്, തോളിൽ മാറാപ്പ് കയറ്റുന്നതും പത്രമാധ്യമങ്ങള്, തോളിൽ മാറാപ്പ് കയറ്റുന്നതും രാഷ്ട്രീയക്കാര്. അവസാനം അനുഭവിക്കേണ്ടി വരുമ്പോ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വന്നൊരു ഗതികേട്. കേരളത്തില് എലക്ഷൻ നടക്കുന്ന സമയത്ത് കന്നയ്യകുമാറിനെ കൊണ്ടുവന്ന് പട്ടാമ്പിയില് പ്രഭാഷണവും പ്രസംഗവും ഒക്കെ നടത്തി തിരിച്ചയാൾ പോയപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു യാത്രയാക്കാൻ. ഇപ്പൊ എവിടെ നിൽക്കുന്നു അവരെല്ലാം? വെറുതെ ഒന്ന് ചിന്തിക്കാം. കുറെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ പല രാഷ്ട്രീയ പാർട്ടിയുടെ 90-95 വയസ്സായിട്ടുള്ള നേതാക്കന്മാർ ശ്രമിക്കുന്ന പോലെ ഇവരും ഇങ്ങനെ ശ്രമിച്ചു. വളരെ ആവേശത്തോടുകൂടി പലതും ചെയ്തു. വെമൂലയുടെ സഹോദരന് കെജ്രിവാൾ ജോലി കൊടുക്കാന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കെജ്രിവാളിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഒരു ക്ലർക്കിന്റെ പോസ്റ്റാണ് കൊടുക്കാന്ന് പറഞ്ഞത്. അമ്മ പറഞ്ഞു നല്ല ഉയർന്ന സെക്രട്ടറിയുടെ, ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പോസ്റ്റ് കൊടുക്കണമെന്ന്. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വെമൂലയും അങ്ങോട്ട് വിളിച്ചിട്ടില്ല, അമ്മയും വിളിച്ചിട്ടില്ല. ആ അമ്മയ്ക്കും സഹോദരനും നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ ഒരു അംഗമാണ്. എന്തിനു വേണ്ടി നഷ്ടപ്പെട്ടു? തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച് പോസ്റ്റർ ഒട്ടിച്ചവരുടെ കൂട്ടത്തിൽ നിന്നതിന് തന്നെത്താനെ തൂങ്ങിച്ചത്തു. അപ്പൊ പത്രമാധ്യമങ്ങളൊക്കെ ദുഃഖം അറിയിക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പത്രമാധ്യമങ്ങൾ വെമൂലയെ കുറിച്ച് എഴുതിയിട്ടില്ല. അവിടുത്തെ കമ്മിറ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അങ്ങേര് ദളിതനല്ല, വെറുതെ ദളിതനാക്കിയതാണ്. ഇനി അതിനെതിരെ പ്രതിഷേധം ആര് കൂടെ ഉണ്ടാവും? വെറുതെ ചിന്തിച്ചു നോക്കാം. നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയും ബുദ്ധിജീവികളുടെ അപ്രീസിയേഷന് വേണ്ടിയും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയും എന്ന രീതിയിൽ ചില ആക്രോശങ്ങളും പ്രതിഷേധങ്ങളും ധർണകളും എല്ലാം നടത്തുമ്പോൾ അവനവന്റെ ജീവിതം കുത്തുവാള എടുക്കുന്ന വിധത്തിൽ ചെയ്താൽ ഓർമ്മിക്കുക. പണ്ട് ചെറിയൊരു അനുഭവം. മഹാരാജാസ് കോളേജില് പങ്കജാക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ആ പങ്കജാക്ഷനെ എനിക്ക് നല്ലോണം അറിയാവുന്ന ആൾ. MA പൊളിറ്റിക്സ് നല്ലോണം പഠിക്കാൻ കഴിവുള്ള ആള്. SFIയുടെ തലമുതിർന്ന നേതാവ്,
അടിക്കാനും കൊല്ലാനും ചാവാനും ഒരു ഭയവും ഇല്ലാത്ത വ്യക്തി തെരണ്ടിവാല് പാന്റിന്റെ ഇതിൽ ബെൽറ്റിന്റെ സ്ഥാനത്ത് കെട്ടിക്കൊണ്ടാ വരിക. എന്നും മോട്ടോർ ബൈക്കിന്റെ ചെയിൻ കയ്യിലുണ്ടാവും. ആരെ തല്ലാനും ഒരു വിഷമവും ഇല്ല. ഈ പങ്കജാക്ഷനോട് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി, പങ്കജാക്ഷ, ജീവിതം എന്ന് പറയുന്നത് തെരണ്ടിവാലല്ല, മോട്ടോർ ബൈക്കിന്റെ ചെയിൻ കൊണ്ട് അടിച്ചാരെങ്കിലും കൊല്ലലല്ല. ഈ SFIയും KSUവും തമ്മിലുള്ള യുദ്ധത്തിൽ നേതാക്കന്മാർ സുഖമായിട്ട് ഭരിക്കുകയും MLA ആവുകയും പഞ്ചായത്ത് മെമ്പർ ആവുകയും ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ ആവുകയും പുറത്ത് നിന്ന് സ്ക്രൂ ചെയ്യുകയും ചെയ്യുന്ന രാക്ഷസന്മാരാണ് എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ. അവർക്ക് അവരുടെ കാര്യം നേടണം. അതിന് നിങ്ങളെയൊക്കെ ബലി കഴിക്കുകയാണ് അവര്. നിങ്ങൾ ചത്താലും, നിങ്ങൾ ആശുപത്രി കിടന്നാലും, നിങ്ങൾ കട്ടിലിൽ കിടന്നാലും അവര് ഫോട്ടോഗ്രാഫർമാരെയും കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന ഫോട്ടോ എടുത്ത് ശരിക്ക് അവര് കയറിയ വീടാണ് പുണ്യാഹം തളിക്കേണ്ടത് ഇതുമാതിരിയുള്ള കാര്യത്തിന് എന്ന് തോന്നുന്ന വിധത്തിൽ നിങ്ങളെ ആശ്വസിപ്പിച്ച് ചിരിപ്പിച്ച് ഒരു ചെക്ക് തന്ന് അവര് പോകും. ഇപ്പൊ ജിഷ വധത്തില് കോൺഗ്രസ്സുകാർ 15 ലക്ഷം രൂപ കൊടുത്തു. എന്താ കൊടുത്തത്? അത്രയും കൊടുക്കാൻ കാരണം ബാക്കി ആരും മരിച്ചിട്ട് കൊടുത്തിട്ടില്ലല്ലോ. അതിന്റെ പുറകിലൊക്കെ ചിലരെ സംരക്ഷിക്കാനുള്ള ഉദ്ദേശം കൂടി ആയിരിക്കും എന്ന് മറക്കരുത്. ഈ പങ്കജാക്ഷന് ഞാൻ എപ്പോഴും കാണാറുണ്ട്. മഹാരാജാസിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴത്തേക്കും ആ പങ്കജാക്ഷൻ ഇങ്ങനെ അടി, അവിടെ SFIയും KSUവും തമ്മിൽ അടി കഴിഞ്ഞപ്പോ ഞാൻ നോക്കി നിൽക്കുകയാണ്. ഒരാൾ ഒരു കരിങ്കല്ലെടുത്ത് ഒരു ഏറെറിഞ്ഞു, ഒരു KSUക്കാരനോ ആരോ. അത് വരുന്നത് കണ്ട് ഞാൻ പങ്കജാക്ഷനോട് വിളിച്ചു പറഞ്ഞു, പങ്കജാക്ഷ മാറി നിൽക്കുക, കല്ല് വരുന്നു എന്ന്. അയാൾ മാറിയില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരിക്കാം. ആ കല്ല് കൊണ്ടത് പുറകിലാണ്, കഴുത്തിന്റെ പുറകില്. ഈ സ്പൈനൽ കോഡും ശരീരവും തമ്മിലുള്ള കണക്ഷൻ വിട്ടു. അന്നത്തെ കാലത്ത് ന്യൂറോളജി അത്രയൊന്നും വളർന്നിട്ടില്ല. അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയെങ്കിലും പ്രയോജനം ഉണ്ടായില്ല. ഇന്നും പങ്കജാക്ഷൻ കിടന്ന കിടപ്പിലാണ്. അറിയണം നിങ്ങൾ എത്ര കാലമായി, 1971 കാലയളവില് ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, നേതാവാകാൻ വേണ്ടി അന്ന് നേതാവായിരുന്ന AK ആന്റണിയും സുധീരനും ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ ഉള്ള ജോർജ് ഈഡനും പിന്നെ അങ്ങനെയുള്ളവരൊക്കെ ഇന്ന് എത്ര ഉയരത്തിൽ നിന്ന് ഗാന്ധി കുടുംബത്തിന്റെ പാദസേവകരായിട്ട് അവനവന്റെ കാര്യം നോക്കുന്നു. ഡിഫൻസ് മിനിസ്റ്ററായി എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ചിന്തിക്കാം. വെമൂലയായാലും കന്നയ്യകുമാറായാലും അവരെ പോലെ ഓരോന്നിനെ അഴിച്ചു വിടുന്നവരായാലും ഓർമ്മിക്കുക, പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയയും അവർക്ക് വാർത്തകളാണ് വേണ്ടത്. അതിൽ ആര് ചത്താലും അതവർക്ക് വാർത്തയാണ്. ആര് നല്ലത് ചെയ്താലും അതൊരിക്കലും വാർത്തയല്ല. ആരെ തെറി പറഞ്ഞാലും അത് വാർത്തയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കാൻ സാധിക്കുമോ അതിൻ്റെ മുമ്പിൽ ഒരു റോള് പത്രമാധ്യമങ്ങൾക്കുണ്ട്. അതിന് ഒരു എക്സെപ്ഷൻ ഞാൻ കണ്ടിരിക്കുന്നത് ബിസിനസ് ലൈൻ എന്നൊരു പത്രം, ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ വളരെ വസ്തുതാപരമായിട്ട് ഇത്രയും പൂജിക്കും ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ. നന്മകളും എഴുതും, തിന്മകളും എഴുതും. അത് വികാരത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരവെപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയെ ഉയർത്താനോ താഴ്ത്താനോ അങ്ങനെ ഒന്നുമല്ല. അങ്ങനെ വിരളമായിട്ട് കണ്ടിരിക്കുന്ന ആ പത്രം അങ്ങനെയല്ല ഒരു പത്രവും എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. അവര് വിമൂലമാരും കന്നയ്യകുമാർമാരും ദേശദ്രോഹികളുടെ കൂട്ടത്തിൽ പതാക ഉയർത്തുന്നവരും ഓർമ്മിക്കുക, കുറച്ച് നേരത്തേക്ക് നിങ്ങളെ മാളിക മുകളിലേറ്റാൻ കുറെ പേരുണ്ടാവും. പിന്നെ തോളിൽ മാറാപ്പ് കയറ്റുമ്പോൾ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നല്ലൊരു പാട്ടാണ്, ഓർമ്മിക്കുക. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. പ്രണാമം, നമസ്കാരം.